ഇന്ന് നമുക്ക് തനിച്ചിരിക്കുന്നവരെ പറ്റി പറയാം. ഈ തനിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെട്ടൊന്നും തന്നെ ആവുന്നതല്ല. ചിലപ്പോൾ നമ്മുടെ ക്യാരക്ടർ കൊണ്ട് ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ച് അങ്ങനെയൊക്കെ തന്നെ ആവുന്നവരായിരിക്കും. ശരിക്കും ലൈഫിൽ ട്രൂ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ എന്താവും? ഇപ്പം നമ്മൾ ആരോടെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഒരു പേഴ്സൺ നമ്മുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അയാളെ ട്രൂ എന്ന് വിളിക്കാം. എൻ്റെ ലൈഫിൽ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒന്നും ഡെഫിനിഷൻ പോയിട്ട് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡെഫിനിഷൻ പോലും ഞാൻ കറക്റ്റായിട്ട് ഉണ്ടായിട്ട് എനിക്ക് അറിവില്ല. ഇപ്പം എനിക്ക് ഏകദേശം ഒരു കാര്യം ചോദിച്ചാൽ എന്താണെന്നറിയാം. ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവരോട് ദേഷ്യപ്പെട്ടു, അത് അയാൾക്ക് ഭയങ്കര സങ്കടമായെങ്കിൽ കൂടെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് അയാൾ നമ്മളോട് എന്നെ അടി ഇത് അത് അങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അറിഞ്ഞ് ദൈവം തരുന്ന ചില യഥാർത്ഥമായ സൗഹൃദങ്ങളായിരിക്കും. ചില നിമിഷങ്ങളിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ തന്നെ ആയിപ്പോവും. അങ്ങനെ ഓർത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും സങ്കടപ്പെടരുത്. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ഒരാളെ സങ്കടപ്പെടുത്താൻ പോകാണ്ടിരിക്കുക. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് തെറ്റ് പറ്റും. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നാണോ ഒരു തെറ്റ് വന്നിരിക്കുന്നതെങ്കിൽ അതിന് സോറി പറയുക. ഇൻ കേസ് അവർക്ക് നമ്മുടെ ഒപ്പം പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ അവരുടെ കംഫോർട്ട് സോണിലോട്ട് ഇടപെടാണ്ടിരിക്കുക. സോ തനിച്ചുള്ളത് ഭയങ്കര എന്താ പറയുക, ഒരു ഗുഡായിട്ടുള്ളൊരു കാര്യമാണ്. ആരുടെയും ഒരു കാര്യത്തിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ സ്വയമേ ചിന്തിക്കാം, പ്രവർത്തിക്കാം. ഈ ഒരു തനിച്ചാകുന്ന സമയങ്ങളിൽ വേറെ ആരെയും പഴിക്കാണ്ടിരിക്കുക. നമ്മൾ തനിച്ചാകുന്നത് നമ്മുടെ കംഫോർട്ടിന് വേണ്ടിയിട്ടാണ്. അതുമല്ല, ഒരു മനുഷ്യനെയും സങ്കടപ്പെടുത്താണ്ടിരിക്കുക. ഒരാളുടെ കണ്ണ് നിറഞ്ഞാൽ അതിനെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് പറയില്ല. അതുകൊണ്ട് ഇപ്പോഴാണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നമ്മുടെ ലൈഫിലോട്ട് നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ അയാളുടെ ഒപ്പം നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിൽക്കുക. അല്ലാത്ത പക്ഷം ഒരാൾക്ക് സങ്കടമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാണ്ടിരിക്കുക.